2017 ഫെബ്രുവരി 17 കേരളത്തിനെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ആക്രമിക്കപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ദിവസങ്ങൾക്കകം തന്നെ പ്രതികളെ പോലീസ് പിടികൂടി. പിന്നീടാണ് ഇതൊരു ഗൂഢാലോചനയാണെന്നും കൊട്ടേഷനാണെന്നും തിരിച്ചറിയുന്നതും അത് ദിലീപിലേക്ക് എത്തുന്നതും. 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. നീണ്ട 8 വർഷത്തിന് ശേഷം ഇന്ന് 2025 ഡിസംബർ 8 കേസിൻ്റെ വിധി വരുന്നത്. 1 മുതൽ 6 വരെയുള്ളവർ മാത്രമാണ് പ്രതികൾ. ബാക്കിയുള്ളവരെ കുറ്റവിമുക്തരാക്കി. അതിനോടൊപ്പം തന്നെ 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായി. പ്രിൻസിപ്പൽ സെഷൻ കോർട്ടാണ് ദിലീപിനെ വിട്ടയച്ചത്, കുറ്റവിമുക്തനാക്കിയതും. എന്നാൽ പുറത്തേക്ക് വന്ന ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മഞ്ജു പറഞ്ഞ ഗൂഢാലോചന എന്ന വാക്കിലാണ് എനിക്ക് നേരെ കേസ് തിരിഞ്ഞത് എന്നാണ് ദിലീപ് പറഞ്ഞത്. മാധ്യമങ്ങളോട് മഞ്ജു വാര്യരെ വിമർശിച്ചാണ് ദിലീപ് സംസാരിച്ചത്. തനിക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് ദിലീപ് പറഞ്ഞത്. എന്നാൽ ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ് ജനലക്ഷങ്ങൾ പറയുന്നത്. എന്നും അവൾക്കൊപ്പം എന്നാണ് ജനലക്ഷങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മഞ്ജു വാര്യരുടെ ഒരു വാക്കിലാണ് തന്നിലേക്ക് പോലീസ് സംഘം എത്തിയത് എന്നുള്ള രീതിയിൽ ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത്. കോടതി പരിസരത്തും ദിലീപിൻ്റെ വീടിൻ്റെ ചുറ്റിനും എല്ലാവരും തന്നെ ആഘോഷത്തിൻ്റെ സമയമാണ്. ലഡു വിതരണവും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട്. എന്നാൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പോഴും ഈ വിധി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെന്നും ഇരയോടൊപ്പം തന്നെയായിരിക്കും, അവൾക്കൊപ്പമായിരിക്കും എന്ന് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് ഇപ്പോൾ ആലുവയിൽ പത്മസരോവരം എന്ന തൻ്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൻ്റെ മകളെ കണ്ടപ്പോൾ വാരിയെടുത്തും കാവ്യയെ ചേർത്ത് പിടിച്ചുമാണ് ദിലീപ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ഏറെ സന്തോഷത്തോടെയാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ അറിയുന്ന വാർത്ത ദിലീപിനി അമ്മയിലേക്ക് തിരിച്ചു കയറുമെന്നാണ്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അമ്മയുടെ ആവശ്യപ്രകാരം ദിലീപ് അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു എന്ന്. ഇനിയിപ്പോൾ എല്ലാത്തിലേക്കുമുള്ളൊരു തിരിച്ചു വരവായിരിക്കണം ദിലീപിൻ്റേത്.